അനിലിന് ചെറിയ ജോലിയും ചെറിയ ശമ്പളവുമാണ്. എങ്കിലും ഓണത്തിന് ശമ്പളം കിട്ടിയപ്പോൾ അതിൽ നല്ലൊരു തുക മുടക്കി കുറെ ഓണക്കോടിയും സദ്യവട്ടങ്ങളും വാങ്ങി. തിരുവോണത്തിന് നിന്ന് സദ്യയൊക്കെ ഒരുങ്ങിയപ്പോൾ അന്ന് വാങ്ങിയ ഓണക്കോടിയും പൊതിഞ്ഞെടുത്ത സദ്യയുമായി അനിൽ പുറത്തേക്ക് പോയി. ഒപ്പം 2ാം ക്ലാസ്സുകാരിയായ മകൾ അമ്മുവിനെയും കൂടെ കൂട്ടി. ആദ്യം പോയ വീട്ടിൽ ഒരമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പുതിയ സാരിയും ഒരു സദ്യയും എടുത്ത് അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. സന്തോഷത്തോടെ അവരത് വാങ്ങി നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു, ഇത്തവണ ഓണസദ്യയൊന്നും പ്രതീക്ഷിച്ചത് ഇല്ല. പിന്നെ അനിൽ പോയത് അടുത്ത വീട്ടിലേക്കാണ്. അവിടെ ഒരു കുഞ്ഞു മോളാണ് ഓടി വന്ന് അവരെ സ്വീകരിച്ചത്. അമ്മുവിന്റെ കയ്യിൽ കൊടുത്ത ഒരു കുഞ്ഞുടുപ്പ് അവളുടെ കയ്യിലേക്ക് കൊടുത്തു. അത് കണ്ട് അത്ഭുതത്തോടെ അവൾ ചോദിച്ചു, ഇത് എനിക്കാണോ? അതേ എന്ന് പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് ഓടിപ്പോയി. അടുത്ത വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു അച്ഛനും ഒരു അമ്മയും 2 മക്കളും ഉണ്ടായിരുന്നു. അവർക്കും ഓണക്കോടിയും സദ്യയും കൊടുത്തു. പിന്നെയും ചില വീടുകളിൽ അവർ പോയി. കയ്യിലുണ്ടായിരുന്നത് തീർന്നപ്പോൾ അവർ മടങ്ങി വീട്ടിലേക്ക്. പോകും വഴി അമ്മു അച്ഛനോട് ചോദിച്ചു, ഇനി നമ്മുടെ ഓണം എപ്പോഴാണ്? അനിൽ മെല്ലെ നിലത്തേക്കിരുന്ന് അമ്മുവിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, നമ്മൾ പോയപ്പോൾ അവിടെയൊക്കെ അവരുടെ മുഖത്തെ സന്തോഷവും പുഞ്ചിരിയും കണ്ടില്ലേ? അതാണ് നമ്മുടെ ഓണം. മറ്റുള്ളവരുടെ പുഞ്ചിരിയും സന്തോഷവും അതായിരിക്കട്ടെ നമ്മുടെ ഓണം. ഞായർപ്പള്ളിക്കൂടം ആരംഭിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇല്ലായ്മയിൽ ആയിരിക്കുന്ന ആളുകളെ നമുക്ക് കണക്കിലെടുക്കണം, ശ്രദ്ധിക്കണം. അവരുടെ അടുക്കിലേക്ക് നാം എത്തിപ്പെടേണ്ടതുണ്ട്. ഈ ഓണം അവരുടെ അടുക്കിലേക്കും എത്തിക്കണം. നാണു ആശാൻ ഞങ്ങൾക്ക് പുലിക്കളീനെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നു. ഇതിന് 200 വർഷത്തെ പഴക്കമുണ്ട്. ഉടുക്കിന്റെയും തകിലിന്റെയും താളത്തിനനുസരിച്ചാണ് പണ്ടൊക്കെ പുലി കളിക്കാറ്. ഇപ്പൊ ചെണ്ടയാണ് ഉപയോഗിക്കുന്നത്. പണ്ട് സമരത്തിന് എറിഞ്ഞടിച്ച ഓരോ കസേരകളും ഞങ്ങളെ കൊണ്ട് തന്നെ നന്നാക്കിപ്പിക്കുന്നത്. സാർ, ഞങ്ങളെ തന്നെയാണ് നന്നാക്കിയെടുക്കുന്നത്. പിന്നീടാണ് മനസ്സിലായത്. ഞായർപ്പള്ളിക്കൂടത്തിൽ ഓണപ്പായസക്കറി. മലയാളി എവിടെയുണ്ടോ അവിടെ എല്ലാം ഓണം ഉണ്ടാകും. പൂക്കളം ഉണ്ടാകും, ഓണക്കളി ഉണ്ടാകും. ചുറ്റുമുള്ളവർ ഒക്കെ ഒരുമിച്ച് കൂടും, ഊഞ്ഞാലാടും, ഓണക്കോടി കൊടുത്തും ഓണസദ്യ കൊണ്ടും അങ്ങനെ സന്തോഷത്തിന്റെ ആഘോഷമാണ്. എന്നാൽ ചിലരില്ലെങ്കിലും ഓണക്കോടി കൊടുക്കാനും സദ്യ ഉണ്ണാനും ഒരുമിച്ച് കൂടാൻ ആളില്ലാതെയും ഒക്കെ എവിടെയെങ്കിലും ആരെങ്കിലും ഉണ്ടാവില്ലേ? അവരുടെയൊക്കെ മനസ്സിൽ ഉണ്ടാവില്ലേ ഓണക്കോടി കൊടുക്കാനും ഓണസദ്യ ഉണ്ണാനും ഒക്കെ ഒരല്പം ആഗ്രഹം? അവർക്കും വേണ്ടേ ഒരു ഓണം? അഭിനന്ദ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്തയുടെ ഓണ സന്ദേശത്തിലേക്ക്. ഊട്ടിയും ഉടുപ്പിച്ചും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. കുഞ്ഞുങ്ങളെ, 2026 തിരുവോണം ഈ ജൂലൈ മാസം 26 നമുക്ക് ഇന്ന് ഈ പ്രഭാഷണത്തിന് കൊടുക്കുന്ന തലക്കെട്ട് ഊട്ടിയും ഉടുപ്പിച്ചും വീണ്ടും ഒരു തിരുവോണം കൂടി. ഊട്ടിയും ഉടുപ്പിച്ചും വീണ്ടും ഒരു തിരുവോണവും കൂടി. ഊട്ടി ഉറപ്പിക്കാം, അങ്ങനെ ഒരു പ്രയോഗമുണ്ടല്ലോ, ഊട്ടി ഉറപ്പിക്കാം. എന്താണ് അതിൻ്റെ അർത്ഥം? പരസ്പരം ബന്ധങ്ങൾ സുദൃഢമാകുന്നത് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ഒരു പാത്രത്തിൽ നിന്ന് വിളമ്പിയെടുത്ത് മുഖാമുഖം സന്തോഷത്തോടെ സംസാരിച്ച് അങ്ങനെ പുലരുമ്പോഴാണ് ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കപ്പെടുന്നത്. എന്നാൽ തിരുവോണത്തിന് ഊട്ടി ഉറപ്പിക്കപ്പെടുക മാത്രമല്ല, ഉടുപ്പിച്ച് ഉറപ്പിക്കുകയും കൂടെ വേണം എന്ന് നമുക്ക് ഏവർക്കും അറിയാം. അങ്ങനെ ഈ 2026 നമ്മൾ ഊട്ടിയും ഉടുപ്പിച്ചും ഈ തിരുവോണം ആഘോഷമാക്കാം എന്ന് ആമുഖമായി പറയട്ടെ. കുടുംബബന്ധങ്ങൾ ഊട്ടിയും ഉടുപ്പിച്ചും ഉറപ്പാക്കുന്ന സുദിനമാണ് തിരുവോണം. അതുകൊണ്ട്
നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഓണത്തിന് ഒന്നിച്ച് വിഭവസമൃദ്ധമായ ഊണ് കഴിച്ച് നമ്മൾ ആ ബന്ധം ഊട്ടി ഉറപ്പിക്കുകയാണ്. കുടുംബബന്ധം ഊട്ടി ഉറപ്പിക്കപ്പെടുന്ന ദിനമാണ് തിരുവോണം, അല്ലേ? നേരത്തെ തന്നെ വിഭവങ്ങളൊക്കെ തയ്യാറാക്കാവുന്നതെല്ലാം തയ്യാറാക്കി വയ്ക്കും. പലഹാരങ്ങൾ, ഉപ്പേരി, അതുപോലെയുള്ള വിഭവങ്ങൾ അത് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ച് തിരുവോണം വരുമ്പോൾ അച്ഛനും അമ്മയും, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, മുത്തശ്ശനും മുത്തശ്ശിയും, പേരക്കിടാങ്ങളും എല്ലാവരും ഒത്തുകൂടുകയായി ഒരു ഭവനത്തിൽ. അങ്ങനെ ഒത്തുകൂടുവാൻ നിർവാഹമില്ലെങ്കിൽ തീർച്ചയായും വിഭവങ്ങൾ അയക്കും, അവർക്ക് കൊടുത്തയക്കും, ഏതെങ്കിലും വിധത്തിൽ എത്തിക്കും. അതുപോലെ തന്നെ പുത്തൻ പുടവകൾ മുത്തശ്ശനും മുത്തശ്ശിക്കും, തീർച്ചയായിട്ടും അപ്പനും അമ്മയ്ക്കും, അവർ കുഞ്ഞുങ്ങൾക്കും പേരക്കിടാങ്ങൾക്കും. അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കപ്പെടുന്ന സുദിനമാണ് തിരുവോണം. ആ തിരു എന്നുള്ളതിൻ്റെ വിശേഷണം അത് പരിശുദ്ധം എന്ന ശബ്ദമാണ്. പരിശുദ്ധം എന്ന അർത്ഥം വരുന്ന ശബ്ദമാണ് തിരു എന്ന ശബ്ദം. ജീവിതത്തിൻ്റെ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കപ്പെടുക, ഉടിപ്പിച്ച് ഉറപ്പിക്കപ്പെടുക. അങ്ങനെ വരുമ്പോഴാണ് ഓണം തിരുവോണമായി മാറുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ബന്ധങ്ങൾ സുദൃഢമായി പോകുന്നുണ്ടോ എന്ന് ഉറപ്പിക്കുവാൻ ഈ തിരുവോണത്തിൽ നമ്മൾ പരസ്പരം ഊട്ടിയും ഉടുപ്പിച്ചും ആഘോഷമാക്കണം എന്ന് ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ. ഇന്ന് അണുകുടുംബങ്ങളാണല്ലോ കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അപ്പനും അമ്മയും കുഞ്ഞുങ്ങളും മാത്രമുള്ള ഒരു കുടുംബത്തിനാണ് അണുകുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ കുടുംബ ബന്ധങ്ങൾ വിശാലമാക്കുകയാണ്. സാധിക്കുന്നില്ല ഈ കാലഘട്ടം, പക്ഷേ എത്ര കണ്ട് സാധ്യമാകുമോ അത്ര കണ്ട് അത് സാധ്യമാക്കിയെടുക്കണം. അകലത്തുള്ള കുഞ്ഞുങ്ങൾ ഓണമാകുമ്പോൾ അവരുടെ മാതൃഭവനങ്ങളിലേക്ക്, അപ്പനും അമ്മയും താമസിക്കുന്ന അവരുടെ ഭവനങ്ങളിലേക്ക് ഈ ഓണത്തിന് എത്തിച്ചേരുന്നത് ഒരു സവിശേഷമായ കാഴ്ചയാണ്. തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിവൃത്തിയുണ്ടെങ്കിൽ ഓണത്തിന് ഒത്തുകൂടുവാൻ മറന്നുപോകരുത്. അത് ശ്രദ്ധിച്ചു കൊള്ളണം എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ. രണ്ടാമത്, ഈ ഓണം ഊട്ടിയും ഉടുപ്പിച്ചും എങ്ങനെ നമുക്ക് ആഘോഷമാക്കാം എന്നുള്ളതിൻ്റെ വേറൊരു തലം ഇല്ലായ്മയിലുള്ളവരുണ്ട്, വല്ലായ്മയിലുള്ളവരുണ്ട്. വിഭവസമൃദ്ധമായ ഊണൊരുക്കുവാൻ സാഹചര്യം അനുവദിക്കുന്നില്ലല്ലോ എന്ന് ഓർത്ത് ദുഃഖിക്കുന്നവരുണ്ടാവും. ഒരു പുതുവസ്ത്രം കുഞ്ഞുങ്ങൾക്ക് വാങ്ങിക്കൊടുക്കുവാൻ നിർവാഹമില്ലാത്തവരുണ്ടാകും. ഇല്ലായ്മയിൽ ആയിരിക്കുന്ന ആളുകളെ നമുക്ക് കണക്കിലെടുക്കണം, ശ്രദ്ധിക്കണം. അവരുടെ അടുക്കിലേക്ക് നാം എത്തിപ്പെടേണ്ടതുണ്ട്. ഈ ഓണം അവരുടെ അടുക്കിലേക്കും എത്തിക്കണം. അല്ല, അവരെ നമ്മളുടെ അടുക്കിലേക്ക് കൊണ്ടുവരണം. എങ്ങനെ? ഒന്നിച്ച് ഊട്ടിയും ഉടുപ്പിച്ചും അവരെയും കൂടെ ഉൾപ്പെടുത്തിയും കൊണ്ട് നമുക്ക് ഈ ഓണം ആഘോഷമാക്കുവാൻ കഴിയേണ്ടതുണ്ട്. എക്കാലത്തും അത് അങ്ങനെ ഒരു സ്ഥിതിവിശേഷമുണ്ട്. സാക്ഷര കേരളം, സമ്പന്ന കേരളം എന്നൊക്കെ നമ്മൾ വിളിക്കും. പക്ഷേ നല്ലതുപോലെ ഓണമുണ്ണാൻ നിവൃത്തിയില്ലാത്തവരും, പുതുവസ്ത്രങ്ങൾ അണിയുവാൻ ആഗ്രഹമുണ്ടെങ്കിലും അതിന് നിവൃത്തിയില്ലാത്തവരും ഒക്കെയുള്ള ആളുകൾ നമ്മുടെ നടുവിൽ തന്നെയുണ്ട്. അവരെ കണ്ടെത്തണം, കണ്ടെത്തി അവരിലേക്ക് ഓണമെത്തിക്കണം. അവരെ ഓണമുണ്ണാനും പുതുവസ്ത്രങ്ങൾ ഉടുപ്പിക്കാനും നമ്മളിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. അങ്ങനെ ഈ 2026 തിരുവോണം നമുക്ക് ആഘോഷമാക്കാം.
മൂന്നാമത് ഒരു തലം കൂടിയുണ്ട്. ഞാൻ ഓർക്കുന്നു, എൻ്റെ ചെറുപ്പകാലത്ത് ഒരു ചുറ്റുവട്ടമുണ്ട്. ഒരു ഗ്രാമത്തിൻ്റെ ഒരു ഭാഗത്തുള്ള ഒരു ചുറ്റുവട്ടം. പണക്കാരുണ്ട്, പാവപ്പെട്ടവരുണ്ട്, നിരക്ഷരരുണ്ട്, സാക്ഷരരുണ്ട്, സമൂഹത്തിൽ ഉന്നത സ്ഥാനീയരുണ്ട്, അത്രയൊന്നും സ്ഥാനമില്ലാത്ത ആളുകളുമുണ്ട്, പലതരക്കാരായ ആളുകൾ. പക്ഷേ ഓണത്തിന് എവിടെയെങ്കിലും ഒന്നിച്ചു കൂടും. പ്രായമുള്ളവർ എവിടെയെങ്കിലുമൊക്കെ ചടഞ്ഞുകൂടിയിരിക്കും. എന്നാൽ ഇളം തലമുറക്കാർ ആടിയും പാടിയും കുരവയിട്ടും ഊഞ്ഞാലാടിയും കളികളിലേർപ്പെട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നർമ്മസംഭാഷണങ്ങളിൽ സന്തോഷിച്ചും അതൊക്കെ കണ്ടുകൊണ്ട് മുതിർന്ന തലമുറ അവരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരാലാവുന്ന വിധം ഈ കാര്യങ്ങളിലൊക്കെ അവർ പങ്കാളികളാവുന്നു. സന്തോഷത്തിൻ്റെ ഒരു ദിനം, സന്തോഷത്തിൻ്റെ ദിനങ്ങൾ അവർ സൃഷ്ടിച്ചെടുക്കുന്നു. അപ്പോൾ കുടുംബത്തിലും അപ്പുറത്തേക്ക് ചെല്ലുന്ന പ്രവിശാലമായ ഒരു ചുറ്റുവട്ടം തീർച്ചയായും നമ്മളുടെ ഓരോ ഗ്രാമത്തിലും പല ചുറ്റുവട്ടങ്ങളിലായി ഒത്തുകൂടേണ്ടതുണ്ട്. നഷ്ടപ്പെട്ടു പോയതാണിത്. ടി വിയിൽ നമ്മൾ ഓണാഘോഷങ്ങളുടെ മേളകൾ കണ്ട് അതിൽ തൃപ്തരാകുവാനല്ല, പിന്നെയോ വീടിൽ നിന്ന് ആ നാലുകെട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഒരു ചുറ്റുവട്ടം സൃഷ്ടിച്ചുകൊണ്ട് പരസ്പരം കണ്ടും പരസ്പരം വർത്തമാനം പറഞ്ഞും എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങൾ നുണഞ്ഞും പാവപ്പെട്ടവരും പണക്കാരും ഞാൻ സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിൻ്റെ വിവിധ തട്ടുകളിലും തലങ്ങളിലും ഒക്കെയായി വ്യാപരിക്കുന്ന ആളുകൾ, വിദ്യാഭ്യാസത്തിലോ അതുപോലെ തന്നെ സമ്പത്തിലോ ഒക്കെയായി പലതരത്തിലുള്ള ആളുകൾ അങ്ങനെ ഒത്തുകൂടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു ഓണത്തിൻ്റെ ഒരു 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 ചുറ്റുവട്ടം, അത് തിരുവോണത്തിൻ്റെ പരിശുദ്ധമായ ഒരു ഒത്തുകൂടലിൻ്റെ ആഘോഷമാക്കി മാറ്റുവാൻ നമുക്ക് കഴിയുന്നത്. ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ ശ്രദ്ധയോടുകൂടെ കരുതിക്കൊണ്ട് നമുക്ക് 2026 ഓണം തിരുവോണമാക്കാം, ആഘോഷമാക്കാം. ഞങ്ങളെ തമ്പുരാൻ നിങ്ങൾ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2026 തിരുവോണത്തിൻ്റെ ഹൃദയപൂർവമായ ആശംസകൾ ഞായർ പള്ളിക്കൂടത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നേർന്നുകൊണ്ട് ഈ പ്രഭാഷണം ഉപസംഹരിക്കും. ഓർമ്മയുണ്ടോ? പണ്ടൊക്കെ പൂക്കളിടാൻ എത്ര പേരുണ്ടായിരുന്നു. അത് കുടിക്കണം. ഇനി അത് കൂടെ എന്തിനാ ഇതൊക്കെ? എന്തൊക്കെ അറിയണം? ചായ നടക്കുന്നത് എടുത്ത് കുടിക്കാം. ശാരദേ, ശാരദേ, എന്താ ഇതൊക്കെ? എന്തിനാ ഇത്ര അധികം സാധനങ്ങളൊക്കെ? ശാരദേ, ആരാ ഇവരൊക്കെ? അഡ്വക്കേറ്റ് അനന്യ, 2000 ബാച്ച്. ഡൗട്ട് ചോദിച്ച് സാറിനൊരു വഴിയാക്കിയിട്ടുണ്ട് ഞാൻ. ബ്രേക്ക് ടൈമൊക്കെ അങ്ങനെ അങ്ങ് തീരുമായിരുന്നെങ്കിലും സാറിൻ്റെ ക്ഷമ
ഒരിക്കലും കേടില്ലായിരുന്നു. ഋഷി പി കെ പ്രസന്റ് സാർ 2000 ബാച്ച്. പണ്ട് സമരത്തിന് എറിഞ്ഞൊടിച്ച ഓരോ കസേരകളും ഞങ്ങളെ കൊണ്ട് തന്നെ നന്നാക്കിപ്പിക്കുമ്പോൾ സാർ ഞങ്ങളെ തന്നെയാണ് നന്നാക്കിയെടുക്കുന്നത് പിന്നീടാണ് മനസ്സിലായത്. സൈലൻസ്. സോറി. കണ്ടല്ലോ, ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന കുറച്ച് പേര് ഇപ്പോഴും ഉണ്ട്. അയ്യോ ഞാൻ മറന്നു. രാജീവേ പ്രസന്റ് സാർ, സെയിം ബാച്ച്. സാറിന് എന്നെ ഓർമ്മയുണ്ടോന്ന് അറിയില്ല. എൻ്റെ 2 വർഷത്തെ ഫീസ് സാറായിരുന്നു അടച്ചിരുന്നത്. പക്ഷെ സാറിൻ്റെ ഒരു സഹായം കൂടി എനിക്ക് വേണം. ഞാൻ പുതുതായി തുടങ്ങുന്ന വിജയ് പബ്ലിക് സ്കൂളിന്റെ പ്രിൻസിപ്പൽ. അത് സാറാവണം. പ്രസന്റ് സാർ. ഓണക്കളികളിൽ ഏറെ ആകർഷകവും കൗതുകവും ഏതാണെന്ന് ചോദിച്ചാൽ ഉറപ്പായും പറയാം അത് പുലികളി ആണെന്ന്. നാട്ടിൻ പുറത്തെ കുഞ്ഞു പുലികളിയല്ല, തൃശ്ശൂരിലെ വലിയ പുലികളുടെ ഘോഷയാത്ര ആഘോഷം. ഓരോരുത്തരുടെയും വയറിൻ്റെ വലിപ്പവും ഷേപ്പും അനുസരിച്ചാണത്രേ പുലിക്കും ഷേപ്പ് വരുന്നത്. എന്താണ് ഈ പുലികളുടെ കഥ? എന്താണ് ഇതിൻ്റെ ഒരുക്കങ്ങൾ? ഇന്നറിയാം 4 ഓണത്തിൻ്റെ പുലിക്കളി. ഞാൻ വൈഗ ഹോളി ഫാമിലി സ്കൂളിൽ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. സ്കൂളൊക്കെ അടച്ചു. ഇപ്പൊ ഞങ്ങൾക്ക് ഓണാവധിയാണ്. വൈകുന്നേരമായാൽ കൂട്ടുകാരെല്ലാം എത്തും. പിന്നെ കളികളുടെ സമയമാണ്. തൃശ്ശൂര് മൊത്തം ഓണത്തിരക്കിലായി. എനിക്ക് ഓണത്തിന് ഏറ്റവും ഇഷ്ടമായത് നമ്മുടെ തൃശ്ശൂർക്കാരുടെ പുലിക്കളിയാണ്. ഇപ്രാവശ്യം എനിക്കൊരാശ, ഒന്ന് പുലിയാവണം. അമ്മ സമ്മതിക്കും. പെൺകുട്ടിയോള് ഒന്നിലും നിന്ന് മാറി നിൽക്കരുതെന്നാണ് അമ്മ പറയാറ്. അമ്മയുടെ സമ്മതമാണ് വീട്ടിൽ അച്ഛൻ്റെ സമ്മതം. നല്ല പ്രാക്ടീസ് വേണം. നാണു ആശാനാണ് പഠിപ്പിക്കുന്നത്. താളത്തിനനുസരിച്ചുള്ള സ്റ്റെപ്പ് മതി. എൻ്റെ ഫ്രണ്ട് ദേവുവിൻ്റെ മുത്തച്ഛനാണ് ഈ നാണു ആശാൻ. നാണു ആശാൻ ഞങ്ങൾക്ക് പുലിക്കളീനെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നു. ഇതിന് 200 വർഷത്തെ പഴക്കമുണ്ട്. ഉടുക്കിൻ്റെയും തകിലിൻ്റെയും താളത്തിനനുസരിച്ചാണ് പണ്ടൊക്കെ പുലി കളിക്കാറ്. ഇപ്പോൾ ചെണ്ടയാണ് ഉപയോഗിക്കുന്നത്. കാലങ്ങളായി പുലിവേഷം കെട്ടാൻ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന മണിവർണ്ണൻ്റെ കഥയും പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ തന്നെ ഞാനൊരു കുട്ടി പുലിയായോന്നൊരു സംശയമുണ്ട്. തിരുവോണം കഴിഞ്ഞു, 4 ഓണമായി. ഇന്നാണ് ഞങ്ങളുടെ പുലിക്കളി. നമ്മുടെ വിയ്യൂര് കൂടാണ്ട് വേറെ 4 ദേശക്കാർ കൂടിയുണ്ട്. അയ്യന്തോൾ, ശക്തൻ, പൂങ്കുന്നം, കാനാട്ടുകര, അവിടുന്ന് ഒക്കെയുള്ള കൂട്ടുകാർ പലരും ഇപ്രാവശ്യം വേഷം കെട്ടുണ്ട്. പുലിനെ വരണത് അത്ര എളുപ്പമുള്ള പണിയല്ലട്ടാ. അതിനായിട്ട് തന്നെ കുറേ ചേട്ടന്മാരുണ്ട്. ഒക്കെ ഗംഭീര ആർട്ടിസ്റ്റോളാ. പ്രത്യേക പെയിന്റുകളാണ് വരയ്ക്കാൻ ഉപയോഗിക്കുന്നത്. ഓരോരുത്തരെ പുലിയാക്കാൻ കുറേ സമയമെടുക്കും. ചിലരുടെ ശരീരം ഷേവ് ചെയ്യേണ്ടി വരും. പല കളർ പുലിയോളെ കാണണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. പച്ചയും പിങ്കും നിറത്തിലുള്ള പുലിയോള് വരെ ഉണ്ട്. വയറിൻ്റെ വലുപ്പനുസരിച്ച് പുലിയുടെ ഷേപ്പ് തന്നെ മാറും. പഴയ പുലികളൊക്കെ ഇന്ന് ഈ പുലിമടയിലേക്ക് വരും. പുലിക്കളി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവർ താളം ചവിട്ടി തുടങ്ങും. പെയിന്റ് ഉണങ്ങാനും വരച്ചു തീർക്കാനും സമയം കുറെ എടുക്കെങ്കിലും പുലിച്ചേട്ടന്മാരുടെ തമാശ കാരണം സമയം പോണതറിയില്ല. എന്നെയും വിളിച്ചു. പുലിയാകാൻ എത്ര കാലമായിട്ട് കാത്തിരിക്കണതാ. ഇനി സംസാരിക്കാൻ സമയമില്ല.
പുലിക്കൂട്ടത്തിൽ ഒരാളായി ഞാനും ഉണ്ട്. കേരളത്തിനുള്ളിൽ നിന്നും പുറത്തുനിന്നും മാത്രമല്ല, വിദേശത്തുനിന്ന് വരെ ഇഷ്ടം പോലെ ആളുകളാണ് എല്ലാ വർഷവും ഓണത്തിന് നടക്കുന്ന ഈ പുലിക്കളി കാണാൻ തൃശ്ശൂരെത്തണത്. പല പല രൂപത്തിലും പ്രായത്തിലുള്ള ഞങ്ങൾ പുലികളുടെ ചുവടുവയ്പ്പുകളും അരമണിക്കിലുക്കവും ഏതൊരു സഞ്ചാരിക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമായിരിക്കും. ഉറപ്പാ. എത്ര മത്സരങ്ങളാണ് കൂട്ടുകാരെ ഓണത്തിന് നടക്കുന്നത്. നമുക്കുമാകാം ഒരു മത്സരം, നല്ല മധുരമുള്ള ഒരു മത്സരം. ഓണപ്പായസ ചലഞ്ച്. 5 വർഷത്തിന് ശേഷമാണ് ഞായർപ്പള്ളിക്കൂടത്തിൽ വീണ്ടും ഈ ഓണപ്പായസ ചലഞ്ച് വരുന്നത്. ഏറ്റവും മികച്ച റെസിപ്പിക്ക് 1000 രൂപ വീതമാണ് സമ്മാനം. മികച്ചത് ഞായർപ്പള്ളിക്കൂടത്തിൽ സംപ്രേഷണം ചെയ്യുകയും ചെയ്യും. നമുക്ക് നോക്കാം എന്താണ് വിശദാംശങ്ങൾ. ഞായർപ്പള്ളിക്കൂടത്തിൽ ഓണപ്പായസ ചലഞ്ച്. ഇത്തവണത്തെ ഓണപ്പായസം കൊച്ചു കൂട്ടുകാരുടേതാവട്ടെ. കൊച്ചു കൂട്ടുകാർ പായസം ഉണ്ടാക്കുന്നത് മൊബൈൽ വീഡിയോയിൽ എടുത്ത് ചെറിയ വിവരണത്തോടൊപ്പം ഞായർപ്പള്ളിക്കൂടത്തിന് അയച്ചു തരിക. പരമാവധി 4 മിനിറ്റാണ് ദൈർഘ്യം. ഒരു പക്ഷേ എഡിറ്റ് ചെയ്യാൻ കഴിയാത്ത കൂട്ടുകാർ ആ ക്ലിപ്പുകൾ ഞായർപ്പള്ളിക്കൂടത്തിലേക്ക് അയച്ചു തരിക. വിവരണം ഉണ്ടാവണം. ഏറ്റവും മികച്ച 2 വീഡിയോകൾ ഞായർപ്പള്ളിക്കൂടത്തിൽ സംപ്രേഷണം ചെയ്യും. 1000 രൂപ വീതം സമ്മാനവും ലഭിക്കും. വീഡിയോ ലഭിക്കേണ്ട അവസാന തീയതി 2026 സെപ്റ്റംബർ 2. അയക്കേണ്ട വാട്സപ്പ് നമ്പർ, ടെലിഗ്രാം നമ്പർ 9387499100. അപ്പോൾ എങ്ങനെ, ഇപ്പോൾ തന്നെ പായസം ഉണ്ടാക്കുകയല്ലേ? പ്രിയമുള്ള കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാരും ഈ പായസ ചലഞ്ചിൽ പങ്കെടുക്കണം. നിങ്ങളുടെ കൂട്ടുകാരെയും പങ്കെടുപ്പിക്കണം. നിങ്ങളുടെ രക്ഷാകർത്താക്കളുടെ സഹായത്തോടെ ഒക്കെ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾക്കറിയാം. അതങ്ങനെ തന്നെ ചെയ്തോളൂ. ഞായർപ്പള്ളിക്കൂടത്തിന്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ്. ക്വസ്റ്റ്യൻ ടൈം അടുത്ത ആഴ്ച തുടരുന്നതാണ്. ഈ ആഴ്ച ഉണ്ടാകുന്നില്ല. എല്ലാ കൂട്ടുകാർക്കും ഞായർപ്പള്ളിക്കൂടം എൻ്റെ ടീമിന്റെ ഒരു ഉഗ്രനോണം, പൊന്നോണം ആശംസിക്കുന്നു. സൈനിങ് ഓഫ്, ചാച്ചൻ സന്തോഷ്.